ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കസിൻസുകളൊക്കെ ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ല കിഡിലെ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ആലുവക്കടുത്ത് തോട്ടുമുഖത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ പെരിയാറിൻ്റെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു കിഡിലെ സ്പോട്ടാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്നവർ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ അതുപോലെ തന്നെ കസിൻസുകളുടെ ഒപ്പം വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെ കൂട്ടുകാരൊപ്പം വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊപ്പം ഞങ്ങൾ വന്നാണ്. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചുള്ള ബാച്ചിലെ പിള്ളേരാണ് കേട്ടോ. എത്രയൊക്കെ സൗഹൃദങ്ങളുണ്ടായാലും 10ാം ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയൊരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിന് അത്രയും എല്ലാം പറ്റിയ ഒരു സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവം. കാരണം അത്രയും നല്ലൊരു വൈബാണ് നമുക്ക് അവരായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ 10ൽ പഠിച്ചിറങ്ങിയ ബാച്ചിലെ പിള്ളേരായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. കുറച്ച് പേരുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയൊരു സ്ഥലം തന്നെയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കിടിലൻ സ്പോട്ട്. വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം. നമുക്കവിടെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളവിടെ ഇരുന്നെങ്കിലും പ്രത്യേകിച്ച് പൈസകളോ കാര്യങ്ങളോ ഒന്നും നമുക്കവിടെ കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അവിടുത്തെ ഫുഡ് മാത്രം നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുക്കുക. അപ്പോൾ അവിടെ സാധാ ഫുഡുകളുണ്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനൊക്കെ സാധാ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ചിലവർ മാത്രം ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീ ഫുഡ് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ആവശ്യമുള്ളൊരു മീനായിട്ടും അതുപോലെ ചെമ്മീൻ റോസ്റ്റ് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും. നമ്മൾ ഓർഡർ കൊടുത്താൽ മതി. നമ്മൾ ഓർഡർ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിരുന്നാൽ നമുക്കതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എത്രയൊക്കെ ടെൻഷനും എത്രയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ഇന്ന് കൂട്ടുകാർക്കൊടൊപ്പമോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ കസിൻസിൻ്റെ ഒക്കെ ഒപ്പം ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒന്ന് വന്ന് നമുക്കൊന്ന് മനസ്സ് ഫ്രീ ആക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പെരിയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ ഇരിക്കാം. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ പിള്ളേർ വന്നിട്ട് നമുക്ക് വെള്ളമായിട്ടോ ജ്യൂസായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് വന്ന് നമ്മൾ ഓർഡർ എടുക്കും. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരുടെ ബർത്ത്ഡേ, ഒരാളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഞങ്ങളത് ഒരു കേക്ക് മുറിച്ച് അവിടെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ച് അവർക്കിടെ ഒരു സന്തോഷത്തിന് അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ച് അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇതിന് മുമ്പ് നേരത്തെ പോയി, ആൾക്ക് ഒന്ന് കോഴിക്കോട് കൊണ്ടുവന്നതിന് മുമ്പ് പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ്. കുറച്ച് പേര് കാറിന് വന്നു. ഞാൻ 2 വീലറിനാണ് വന്നത്. വേറൊരു കൂട്ടുകാരൻ കാറിന്, അവൻ 2 വീലറിന് വന്നു. അപ്പോൾ അവരെല്ലാവരും പോകാണ്. അപ്പോൾ ഞാനും പോകാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോകാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് എല്ലാ കൂട്ടുകാരോടും കാണുന്നവരെ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും മറക്കണ്ട, ആലുവ തോട്ടുമുഖത്ത് ജാതിക്കത്തോട്ടം, അതാണ് പേര്. ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടുന്നതായിരിക്കും.